നമസ്കാരം, എൻ്റെ പേര് അൻസാരി. ഞാൻ സാംസങ് കമ്പനിയുടെ ഷെഫാണ്. ഇന്ന് സ്പെഷ്യൽ സാംസങ്ങിന്റെ കുക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ എങ്ങനെ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യാമെന്ന് നമുക്ക് കാണാം. നമുക്ക് നേരെ കപ്പ ബോയിൽ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു 1/2 കിലോ കപ്പയാണ് എടുത്തേക്കണത്. നല്ലോണം കഴുകി കൊത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ കപ്പ മാറ്റാം. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് വെസലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പ്ലാസ്റ്റിക് വെസൽസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കപ്പയുടെ മുകളിൽ വന്ന് നിൽക്കണം. ഓക്കെ, പുറത്ത് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഡയറക്റ്റ് ആ ഗ്ലാസിൻ്റെ വെസലിൽ നമുക്ക് വെച്ച് കൊടുക്കാം. മൈക്രോവേവ് എന്നുള്ള ഫംഗ്ഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. മൈക്രോവേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. 900 വാട്ട്സ് സെലക്ട് ചെയ്തിട്ട് മേളിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈം ആഡ് ചെയ്ത് വരും. നമുക്കൊരു 19 മിനിറ്റാണ് കൊടുക്കേണ്ടത്. ടൈം എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം, കുക്കായില്ലെങ്കിൽ നമുക്ക് ടൈം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടയ്ക്ക് ഡോർ തുറന്ന് നോക്കാവുന്നതാണ് കുക്കായോ ഇല്ല എന്നുള്ളത്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ടൈം അവിടെ പൗസ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഓൾറെഡി കുക്കായിട്ടുണ്ട്. നമുക്ക് കപ്പ പുറത്തേക്ക് എടുക്കാം. മുഖത്തേക്ക് സ്റ്റീം അടിക്കാമെന്ന് നോക്കണം. നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കപ്പ. നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കളയണം. മൊത്തം വെള്ളം ഒന്ന് കളയാം. ഓക്കെ, വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കപ്പ ഉടച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഉടക്കാതെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പ ഉടച്ചാണ് കഴിക്കാൻ പോണത്. നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ നല്ലോണം ഉടച്ചൊന്നും എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 19 മിനിറ്റാണ് നമുക്ക് ടൈം എടുത്തത്. ടൈമിൽ ചെറിയ ഡിഫറൻസ് വരും. കപ്പ ഒരേ വേവ് ആയിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അൻസാരി സൈനിങ് ഓഫ്.